പാർട്ടി പത്രത്തിന്റെ വരിക്കാർക്ക് സ്ഥിര നിയമനം വേണമെന്ന ആവശ്യവുമായി തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച് CITU. തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രി റിപ്പോർട്ട് തേടിയത് CITUവിന്റെ ഈ നിവേദനം പരിഗണിച്ചാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടി പ്രവർത്തകരാണെന്നും ദേശാഭിമാനിയുടെ വരിക്കാരാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് CITU ജനറൽ സെക്രട്ടറി വകുപ്പ് മന്ത്രി MP രാജേഷിന് കത്തയച്ചത്. ഭരണമാറ്റം വരുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ജോലി നഷ്ടമാകുമെന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, വളരെ വിചിത്രമായ ഒരു ആവശ്യമാണ്. പാർട്ടി പത്രത്തിന്റെ വരിക്കാർക്കൊക്കെ എവിടെയൊക്കെ സ്ഥിര നിയമനം നൽകാൻ സാധിക്കുമോ അവിടെയൊക്കെ നൽകണമെന്നുള്ള കത്താണ് CITU ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ട് മന്ത്രി CITUവിന്റെ നിവേദനം പരിഗണിച്ചാണ് നടത്തിയത് എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രോഹിണി, ഇതൊരു വളരെയധികം വിചിത്രമായൊരു നടപടിയാണ് മന്ത്രി MP രാജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CITU നേതാക്കളുടെ നിവേദന പ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ തസ്തികയിലേക്കുള്ള നിയമനം ക്ഷണിച്ചിരിക്കുന്നത്. CITU നേതാക്കൾ നൽകിയ നിവേദനം എന്ന് പറയുമ്പോൾ ഈ ഒരു ജീവനക്കാരെ എടുക്കുന്നതിൽ ദേശാഭിമാനി മുഖപത്രത്തിന്റെ വരിക്കാരെ മാത്രമായിരിക്കണം ഈ ഒരു സ്ഥിര നിയമനക്കാരായി എടുക്കേണ്ടത്. അതുപോലെ തന്നെ CITUവിലുള്ള ആൾക്കാരെ മാത്രമായിരിക്കണം ഈ ഒരു ജോലിയിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ വെച്ചുകൊണ്ടാണ് ഈ നിവേദനം CITU ജനറൽ സെക്രട്ടറി MP രാജേഷിന് നൽകിയത്. ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് MP രാജേഷ് ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള ആളുകളുടെ നിയമനം ക്ഷണിച്ചത് എന്നുള്ളതാണ് വളരെ വിചിത്രകരമായ ഒരു കാര്യം. ഈ നിർദ്ദേശത്തിൽ പറയുന്നത് ഇവർക്ക് സ്ഥിര നിയമനം നൽകിയില്ല, ഈ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ഇവരെ വീണ്ടും പറഞ്ഞയക്കും, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ നിന്ന് പോകേണ്ടി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവരെ സ്ഥിര നിയമനക്കാരായി എടുക്കണം. അതും എന്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി മുഖപത്രത്തിന്റെ വരിക്കാരാണോ ഇവർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ ഒരു സ്ഥിര നിയമനം നടത്തേണ്ടത് എന്നുള്ള കാര്യമാണ് CITU ജനറൽ സെക്രട്ടറി MP രാജേഷിന് നൽകിയ കത്തിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MP രാജേഷ് ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള നിയമനം ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിചിത്രമായൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും CITU ഇതിന്റെ വിശദാംശങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. MP രാജേഷിനോട് ഇക്കാര്യം CITU കത്ത് മുഖേനയാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരിക്കലും ഒരു പാർട്ടി മുഖപത്രത്തിന്റെ വരിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു നിയമനം നൽകാൻ കഴിയില്ല. അത്രയ്ക്കും വിചിത്രകരമായ ഒരു കാര്യമാണ് ഈ ഒരു CITUവിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ അധികം അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. MP രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം വീഴ്ച നിറഞ്ഞ ഒരു കാര്യമാണ്. ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് മറ്റുള്ള സാധാരണ ജോലി ലഭ്യമായി സ്ഥിര നിയമനത്തിനുള്ള ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത്. രോഹിണി, അതെ, ബന്ധുക്കാരെയും സ്വന്തക്കാരെയും ഒക്കെ തിരികെ കയറ്റാനുള്ള പ്രവണത പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഈ സർക്കാരിന്റെ കീഴിൽ. പക്ഷേ ഒരു പാർട്ടി പത്രത്തിന്റെ, ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരായതിന്റെ പേരിൽ സ്ഥിര നിയമനം വേണമെന്ന ആ വിചിത്ര ആവശ്യമാണ് തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് CITU കത്തയച്ചതിലൂടെ വെളിവാകുന്നത്. എന്തായാലും ഈ CITUവിന്റെ കത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് അതിലേറെ രസകരമായ മറ്റൊരു വസ്തുതയും. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.